രാഷ്ട്രീയമായി ക്യാമ്പയിൻ നടത്തുന്നതിന് പകരം എന്താണ് ഇവിടെ ചെയ്തത്? വിശ്വാസത്തെ കൂട്ടുപിടിച്ച് അതേ ഈണത്തിലും താളത്തിലുമെല്ലാം പാട്ട് ഉണ്ടാക്കുക, അത് അവതരിപ്പിക്കുക. കോൺഗ്രസിൻ്റെ വിവിധ പൊതുയോഗങ്ങൾ, ആ പൊതുയോഗത്തിനകത്തെല്ലാം വെച്ച പാട്ടെന്താണ്? RSSന്റെ പൊതുയോഗമാണോ കോൺഗ്രസിൻ്റെ പൊതുയോഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലല്ലേ ഈ കോൺഗ്രസിൻ്റെ പതനമെല്ലാം നടന്നത്. അത് സംബന്ധിച്ച് ഞങ്ങളാരെയും ആക്രമിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. ശ്രീ സനോജ്, കണ്ട ഒരു ട്രോൾ, ഈ പാട്ട് ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു. ഏത് ഭക്തരുടെ? പിണറായി ഭക്തരുടെ എന്നാണ്. അതന്നെയല്ലേ സംഭവം? അഭിലാഷേ, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വികസനം സംബന്ധിച്ചോ രാഷ്ട്രീയ കാര്യങ്ങൾ സംബന്ധിച്ചോ ജനങ്ങൾക്കിടയിൽ പറയാൻ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് അവർ മതത്തെയും വിശ്വാസത്തെയെല്ലാം കൂട്ടുപിടിച്ച് ചില പാരഡി ഗാനങ്ങളൊക്കെ ഇറക്കി കളം പിടിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പോറ്റിയെ കയറ്റിയത് ആരാണെന്ന ചോദ്യം. പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ടല്ലോ. പോറ്റി എപ്പോഴാണ് ശബരിമലയിൽ കയറിയത്? 2012-ലാണ്. 2012-ൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. 2012-ൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നിയോഗിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹമാണെന്ന് ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. പോറ്റി സ്വർണ്ണമൊക്കെ അഴിച്ചുകൊണ്ട് പോയത് 2019-ലാണല്ലോ. പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഒരു പാട്ട്, പല പാട്ടുകൾ, പല ആക്ഷേപഹാസ്യ ഗാനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട്. കേരളത്തിൽ എന്തോരം രാഷ്ട്രീയ ആക്ഷേപഹാസ്യം ഉണ്ടായിട്ടുണ്ട്. കാർട്ടൂണുകളുടെ രൂപത്തിൽ, കാരിക്കേച്ചറുകളുടെ രൂപത്തിൽ, പാട്ടുകളുടെ രൂപത്തിൽ, കഥകളുടെ രൂപത്തിൽ, സ്കിറ്റുകളുടെ രൂപത്തിലൊക്കെ. അപ്പോ ഒരു പാട്ടിനോട് എന്തിനാണ് ഹാലിളക്കം? അതാണ് ഇവിടുത്തെ പ്രശ്നം. പാട്ടിനോട് ആർക്ക് ഹാലിളക്കം? പാട്ടിലെ ഉള്ളടക്കം സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ചർച്ചയുണ്ടായി. അതിനകത്ത് ഞങ്ങളെ വിമർശനപരമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താണ് ഹാലിളക്കം എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടത്? അത് പാട്ടായാലും നാടകമായി കഴിഞ്ഞാലും ഏത് കാര്യമായി കഴിഞ്ഞാലും അതിനോടുള്ള വിയോജിപ്പ് ആ അർത്ഥത്തിൽ രേഖപ്പെടുത്തുന്നതിന് ഇപ്പോൾ ആർക്കാണ് ഇവിടെ തടസ്സം? ഇവിടെ ആരോ നിയമപരമായി ആ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോ അല്ല, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം, അതായത് മതപരമായ ബിംബങ്ങളെ ഉപയോഗിച്ചു എന്ന് കാണിച്ച് CPIM ആണ് പത്തനംതിട്ടയിൽ പരാതി നൽകുന്നത്. രാജു എബ്രഹാമാണ് അത് ആവർത്തിച്ച് ഈ പാട്ട് കുഴപ്പമാണ് എന്ന് പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ചാമ്പ്യന്മാരായ നിങ്ങൾ ഒരു പാട്ട് ആക്ഷേപഹാസ്യമാണ്, നിങ്ങളെ വിമർശിക്കുന്നതാണ്. ആവട്ടെന്നേ, ഒരു പാട്ടിനോട് കാര്യമല്ലേ അത്? അതെ, മതപരമായ കാര്യമല്ലേ അതിനകത്ത് ഉന്നയിക്കുന്നത്. ഇതിൽ എവിടെയാ മതപരം? രാഷ്ട്രീയ വിഷയമല്ലേ? അഴിമതി വിശ്വാസികൾ നമുക്ക് അല്ല, അഴിമതിയാണെങ്കിൽ ആരാണ് അവിടെ കയറ്റി? അദ്ദേഹം പറഞ്ഞത് ആ അഴിമതിയാണെങ്കിൽ ആ അഴിമതിക്കാരനായിട്ടുള്ള പോറ്റി അവിടെ കൊണ്ടുപോകുന്നതും പോറ്റി വിവിധ കോൺഗ്രസ് നേതാക്കന്മാരുമായി ചേർന്ന് നിൽക്കുന്ന പടങ്ങളും പോറ്റി ആരുമായിട്ടാണ് കൂടുതൽ ബന്ധമുണ്ടായതെന്നും എല്ലാം അറിയുന്ന കാര്യമല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ രാഷ്ട്രീയമായി ക്യാമ്പയിൻ നടത്തുന്നതിന് പകരം എന്താണ് ഇവിടെ ചെയ്തത്? വിശ്വാസത്തെ കൂട്ടുപിടിച്ച് അതേ ഈണത്തിലും താളത്തിലുമെല്ലാം പാട്ട് ഉണ്ടാക്കുക, അത് അവതരിപ്പിക്കുക. കോൺഗ്രസിൻ്റെ വിവിധ പൊതുയോഗങ്ങൾ, ആ പൊതുയോഗത്തിനകത്തെല്ലാം വെച്ച പാട്ടെന്താണ്? RSSന്റെ പൊതുയോഗമാണോ കോൺഗ്രസിൻ്റെ പൊതുയോഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലല്ലേ ഈ കോൺഗ്രസിൻ്റെ പതനമെല്ലാം നടന്നത്. അത് സംബന്ധിച്ച് ഞങ്ങളാരെയും ആക്രമിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. ഞങ്ങൾ ആ കാര്യം സംബന്ധിച്ച് ജനങ്ങളോട് പറയുന്നുണ്ട്. അതിനെന്തിനാണ് നിങ്ങൾക്ക് ഇത്ര അസ്വസ്ഥത? നോക്കൂ, ഇതേ പാട്ടിന്റെ പാരഡിയായി നിങ്ങളും പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. താനാളൂർ പഞ്ചായത്തിൽ മലപ്പുറത്ത് ഇതേ പാട്ടിന്റെ ട്യൂണിൽ നിങ്ങളുടെ പാരഡി ഗാനമുണ്ട്. പോട്ടെ, കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു പാരഡി, മന്ത്രിയെ മെല്ലപ്പോ എന്ന് പറഞ്ഞിട്ട് കലാഭവൻ മണി നാദൃശയും പാടുന്ന ഒരു ആക്ഷേപഹാസ്യ സോങ് ഉണ്ടല്ലോ. ഈ സോങ്ങിന്റെ തന്നെ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന് പറയുന്ന ആ ഭക്തിഗാനത്തിന്റെ പാരഡിയായിട്ട് കലാഭവൻ മണി നാദൃശയും പാടുന്നത് ഇപ്പോഴും കൈരളി TVയുടെ പേജിലുണ്ടല്ലോ. പണ്ടും ഉണ്ടായിട്ടുണ്ട് ഈ ഗാനത്തിന്റെ ട്യൂണിലുള്ള പാരഡി. ഇത് പാരഡിയൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവുന്നേ. എന്റെ ചോദ്യം, ഇതൊരു വലിയ പ്രശ്നമായി അവതരിപ്പിക്കപ്പെടുകയാണ്. അതിനോട് TP രാമകൃഷ്ണൻ പ്രതികരിക്കുകയാണ്, രാജു എബ്രഹാം പ്രതികരിക്കുകയാണ്, കേസ് വരികയാണ്, കേസെടുക്കാൻ പോവാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ കാലത്തും പാരഡി ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാരഡി ഗാനത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് അതിനകത്ത് മതപരമായ ചില കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിമർശിക്കാനുള്ള അധികാരമില്ല, അവകാശമില്ല എന്ന് അഭിലാഷത്തിലാണ് സമർത്ഥിക്കാൻ നോക്കുന്നത്. ഇതിൽ മതപരമായ കാര്യം ഞങ്ങളത് വിമർശിക്കും. ആ പാരഡി ഗാനം പോറ്റിയെ കേറ്റിയെ സ്വന്തം ചെമ്പായി മാറ്റിയേ, അതൊരു അഴിമതി ആരോപണമല്ലേ? അതിലെവിടെയാ മതപരം? വിശ്വാസി അതൊക്കെ എന്താണെന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവില്ലേ?
അപ്പം അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നല്ലേ അവർ നാടുനീളെ പറഞ്ഞത്. ആരാണ് ഈ പോറ്റി എന്ന കാര്യത്തിനകത്ത്? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് കോൺഗ്രസിൻ്റെ കാലത്താണ്. ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി, പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാൻ. അപ്പം അങ്ങനെയുള്ള ചരിത്രമെല്ലാം അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെ മുൻനിർത്തിയിട്ട് ശബരിമലയിൽ എന്തോ വലിയ കൊള്ള CPM നേതൃത്വം നടത്തിയിരിക്കുന്നു, സംസ്ഥാന ഗവൺമെന്റ് അതിന് കൂട്ടുനിരിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രചരണമാണ് നടത്തിയത്. ആ പ്രചരണത്തിന് വേണ്ടി ഒരു പാട്ടിറക്കി. ആ പാട്ടിനെ ഞങ്ങൾ രാഷ്ട്രീയമായി വിമർശിക്കും. ആ വിമർശനത്തെ നിങ്ങൾ എന്തിനാണ് ഇത്ര രാഷ്ട്രീയമായി വിമർശിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ അതിനെതിരെ നിയമ നടപടി തടഞ്ഞില്ലല്ലോ. മതധ്രുവീകരണത്തിന് വേണ്ടിയാണെന്ന് ആരോപിക്കുമ്പോൾ, മതസ്പർദ്ധ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ, വർഗീയ ധ്രുവീകരണത്തിന് ആയുധമാവുമെന്ന് പറയുമ്പോൾ അതിൽ വിയോജിപ്പുണ്ട്. രാഷ്ട്രീയമായി നിങ്ങൾക്കെതിരെ വരുന്ന രാഷ്ട്രീയമായ ഒരു ആരോപണത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാം, അതിന് യാതൊരു കുഴപ്പമില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ RV ബാബു, ഈ പാട്ട് വലിയ ചർച്ചയാണ് കേരളത്തിൽ. ഞങ്ങൾ എവിടെ ആ പാട്ട് തടസ്സപ്പെടുത്തിയിട്ടില്ല. ശരി, ഓക്കെ.